നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ TBF-ൻ്റെ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇത്രയും പേർക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും ഒരുമിച്ച് വരുവാൻ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ഇടയായല്ലോ. കടന്നു വന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെയും വിശേഷാൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി റോയങ്കലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വൈകുന്നേര സമയം കർത്താവേ, അങ്ങയുടെ വചനത്തിന് മുൻപായിട്ട് ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഏവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ ഇങ്ങനൊരവസരം കൂടി ജീവിതത്തിൽ തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ ഞങ്ങളെ വേർതിരിച്ച് അങ്ങയുടെ മഹാകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു മൂലം തന്നിരിക്കുന്ന നിത്യരക്ഷയ്ക്കും നിത്യസമാധാനത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓരോ നാളും പ്രത്യാശയുള്ളവരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും കർത്താവെ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ നാളൊരു അനുഗ്രഹിക്കപ്പെട്ട നാളായിരിക്കാൻ തക്കവണ്ണം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവർ കർത്താവെ അനേക തീരുമാനങ്ങളോടുകൂടി കടന്നു പോകുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം സംസാരിക്കുവാൻ തക്കവണ്ണം കർത്താവെ, ഞങ്ങളുടെ ദാസൻ MC ചെറിയാനെ കർത്താവെ ഞങ്ങളുടെ മധ്യയെ ഇന്ന് കൊണ്ടുവന്നതിനായിട്ട് അങ്ങയുടെ സ്തോത്രം. അനേക വർഷങ്ങളായിട്ട് അങ്ങയുടെ വയൽ പ്രദേശത്ത് കർത്താവെ ഞങ്ങളുടെ ദാസൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, അനേക ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം കർത്തൃവേലയിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ദാസനെയും സഹായിച്ചുകൊണ്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നും വചനം സംസാരിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും കർത്താവ് ഉയർത്തിരുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ഇന്നും കർത്താവെ സംസാരിപ്പാൻ ആവശ്യമായ എല്ലാ കൃപകളും കർത്താവെ ഞങ്ങളുടെ ദാസന് കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടുവാനിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതും ദൈവനാമ മഹത്വത്തിനായിട്ട് തീരുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സവാളിന് ചുറ്റിലും ദൈവത്തിൻ്റെ കാവലും പരിപാലനവും ആക്കി വെക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം നിങ്ങളുടെ മഹത്വത്തിനായിട്ട് തീരുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കിയാൽ നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു, സ്വർഗീയ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവിനെ എത്രമാത്രം പാടി പുകഴ്ത്തിയാലും അതൊട്ടും അധികമാകുകയില്ല. കാരണം അവൻ അതുപോലെ ഉന്നതനും യോഗ്യനുമായ ദൈവമാണ്. ഈ കർത്താവിനൊപ്പം പറയാനൊരു നാമമുണ്ടോ? ഒരിക്കലുമില്ല. അവനെപ്പോലെ ശ്രേഷ്ഠൻ ആരെങ്കിലുമുണ്ടോ? ആരുമില്ല. അവൻ ആയിരങ്ങളിലും പതിനായിരങ്ങളിലും അതിസുന്ദരനായ ദൈവമാണ്. ഈ ആശയം വരുന്നൊരു ഗാനം ആദ്യമായിട്ട് നമുക്ക് പാടിക്കേൾക്കാം. കൊട്ടാരക്കരയിലെ കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവർ നമുക്ക് വേണ്ടി ഇപ്പോൾ ആലപിക്കുന്നു. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാം. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാം. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യരാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യരാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും മലയാതെ മോദമായി മോദമായി മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ.
അവനിക്കു പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനിക്കു പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനെ വിട്ടൊരു നാളും പോകുമോ പോകുമോ, അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ. അവനെ ഓർത്തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നോ പുകഴ്ത്തിടുവിൻ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നോ പുകഴ്ത്തിടുവിൻ. ബലവും ബഹുമാനമാകവേ യാകവേ, തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവീൻ വീഴുവീൻ. തിരുനാമമെന്നേക്കും വാഴ്ത്തുവീൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ക്രിസ്തു വിശ്വാസികളെ മറ്റു മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരാക്കി തീർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവൻ്റെ ജീവിതത്തിലെ പ്രത്യാശ എന്നുള്ളത്. എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരുപോലെ കഷ്ടതയും പ്രയാസവും ദുരിതവും ദുഃഖവും ഒക്കെ സമ്മാനിക്കുന്ന ഒരു ലോകമാണ് ഈ ലോകം. എന്നാൽ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആശ ഈ ഭൂമി മാത്രമല്ലല്ലോ, ഇവിടം കൊണ്ട് തീരുന്നതല്ലല്ലോ നമ്മുടെ ജീവിതം. നമുക്കൊരു ഇമ്പങ്ങളുടെ പരദീസയുണ്ട്. കർത്താവ് അതാണ് വാഗ്ദത്തം ചെയ്തിട്ട് പോയത്. ഞാൻ മടങ്ങി വരും, ഞാൻ മടങ്ങി വന്ന് പിന്നെയും നിങ്ങളെ എൻ്റെ ഭവനത്തിൽ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ് കർത്താവ് പോയി. ആ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിനെ നോക്കി പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. എന്താണ് ആ വീട്ടിൻ്റെ പ്രത്യേകത? ആ ഭവനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ പാപമില്ല, അവിടെ അന്ധകാരമില്ല, അവിടെ കഷ്ടതയില്ല, അവിടെ ദുഃഖമില്ല, മുറിവിളിയില്ല, രോഗമില്ല. സന്തോഷവും സമാധാനവും സ്വസ്ഥതയുടെയും ഒരു ക്ലൈമാക്സാണ് അവിടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ആ നാടിനെ നോക്കി യാത്ര ചെയ്യുന്നവരാണ് ദൈവമക്കളായ നമ്മളെ ഓരോരുത്തരും. ആ നില നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്ന ഒരു ഗാനം പുല്ലാന്നുള്ള സഭയിൽ അക്സ നമുക്ക് വേണ്ടി ഇപ്പോഴും ആലപിക്കുന്നു. ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ള ആശ്രയമേ എന്ന് തുടങ്ങുന്ന ഗാനം.
ചേർന്നിടുമോ? നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്നൊരു ഗാനം നാം പാടി കേൾക്കുകയുണ്ടായി. വീണ്ടും ഒരു ഗാനം കൂടെ നമുക്ക് പാടി കേൾക്കാം. അതും നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്ന, നമ്മുടെ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ ചോദിക്കുകയാണ്, എന്നാണ് കർത്താവെ നീ വരാൻ പോകുന്നത് എന്ന ആശയമുള്ള ഒരു ഗാനം കൂടെ നമുക്ക് പാടി കേൾക്കാം. കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവർ നമുക്ക് വേണ്ടിയ ഗാനം ആലപിക്കുന്നതാണ്. വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ ഇന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ സത്യമനോഹരനാം മണാള പൊത്കര ശീതളതെന്നൽ സത്യമനോഹരനാം മണാള പൊത്കര ശീതളതെന്നൽ എന്നിനി വീശും ചുടുനീർ ചുടിയും എന്നിനി വീശും ചുടുനീർ ചുടിയും കണ്ണുകളെ കഴുകാനായി ആ കണ്ണുകളെ കഴുകാനായി ഇന്നിനി വന്നിടും
മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ. എന്തിനി താമസം വരുവാൻ പ്രിയ വെന്തുരുകുന്നകതാ. എന്തിനി താമസം വരുവാൻ പ്രിയ വെന്തുരുകുന്നകതാ. കാന്താനിൻ കാന്തി ചിന്തിടും മുഖം കണ്ട്, കാന്താനിൻ കാന്തി ചിന്തിടും മുഖം കണ്ട് അന്തരംഗം കുളിർത്തിടാൻ, എൻ അന്തരംഗം കുളിർത്തിടാൻ. ഇന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ. പൊന്നുഷസൂതിക്കും നീതി ദിവാകര കിരണം ചൊരിയും നീളേ. പൊന്നുഷസൂതിക്കും നീതി ദിവാകര കിരണം ചൊരിയും നീളേ. കഷ്ടത തീരും കണ്ണുനീർ തോരും, കഷ്ടത തീരും കണ്ണുനീർ തോരും, കഞ്ചനം കൂടെന്നും വാഴും ആ നിത്യസന്തോഷത്തിൽ വാഴും. ഇന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ. ഇന്നിനി വന്നിടും മമ പാപമൊഴിപ്പാൻ വന്ന പരാ ആശയനിക്കേറെ പ്രിയനായകനെ നിന്നെ കണ്ടിടുവാൻ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നാം പാടിക്കേൾക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യായിരുന്നല്ലോ. നമ്മുടെ കർത്താവ് വേഗം വരണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. ഈ ലോക ജീവിതം അത്രമാത്രം ദുഷ്കരമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയെ പുതുക്കുവാൻ ഈ ഗാനങ്ങളിലൂടെ ദൈവം നമ്മെ സഹായിക്കുകയായിരുന്നല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നേരത്തെ പ്രസ്താവിച്ചതുപോലെ കൊട്ടാരക്കരയിൽ ദീർഘകാലം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ MC ചെറിയാൻ അങ്കിളാണ് ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത്. തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചന താൻ പങ്കിട്ട് തരുന്നതായിരിക്കും. പ്രാർത്ഥനയോട് നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട്
എല്ലാ സ്നേഹത്തോടുകൂടെ കർത്തൃദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രത്യേകമായിരിക്കുന്ന മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നിൽക്കുവാനും സർവ്വവല്ലഭനും നിത്യനുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എനിക്കൊരവസരം ഒരുക്കി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. എൻ്റെ അനുഭവസാക്ഷ്യങ്ങളും ജീവിതത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ചില കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഇതിനു മുൻപ് മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൊട്ടാരക്കരയുടെ പ്രദേശത്തുനിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുമായി കർത്താവിൻ്റെ മഹത്വമുള്ളായിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേർതിരിയുവാൻ കൊണ്ടും ഇടയായി തീർന്നിട്ട് 50 വർഷം തികഞ്ഞിരിക്കുകയാണ്. സർവശക്തനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ സ്നേഹം എങ്ങനെയാണ് മനുഷ്യഹൃദയത്തെ കവർന്നെടുക്കുവാൻ കൊണ്ടും ഇടയായി തീർന്നിരിക്കുന്നത് എന്നുള്ളത് ദേശത്തൊക്കെയും പോയി അറിയിക്കുവാൻ കൊണ്ടും സർവശക്തൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഇന്നത്തെ നമ്മളുടെ ചിന്തയ്ക്കായിട്ട് വേദപുസ്തകത്തിൽ ഒരു ചെറിയ ലേഖനം, ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ നിന്ന് ഒന്ന് ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് യൂദയുടെ ലേഖനമാണ്. യൂദയുടെ ലേഖനം നാം വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം ആത്മീയപരമായിരിക്കുന്ന ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുവാനും ആശയെ ഉണർത്തുവാനും കൊണ്ടും ഇടയായി തീരുന്നു എന്നത് നമ്മൾ ഈ സമയത്ത് ഓർക്കും. അതിൻ്റെ 24-25 വാക്യങ്ങളിലേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെടുകയാണ്. എനിക്കുള്ളതായിരിക്കുന്ന സമയത്തിൻ്റെ ആ പ്രത്യേകതയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടതും ആവശ്യമാണല്ലോ. അതുകൊണ്ട് ദൈവമക്കൾ നമുക്ക് ഈ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യട്ടെ. യൂദയുടെ ലേഖനം 24-25 വാക്യങ്ങൾ. നമ്മെ സൂക്ഷിക്കുന്നവനും നിഷ്കളങ്കതയുടെ പന്താവിൽ നമ്മെ വളർത്തിയെടുത്ത് ഇത്രത്തോളം ആക്കി തീർത്തവനുമായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന കർത്താവ് എങ്ങനെയുള്ളവൻ എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ ചിന്തയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ചുരുങ്ങിയ ചില വിവരങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തുവാൻ കൊണ്ടും യൂദയ്ക്ക് ഇടയായി തീർന്നിരിക്കുന്നത് എങ്കിൽ തന്നെയും സ്വർഗീയമായിരിക്കുന്ന കൃപയുടെ ശക്തി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ വലിപ്പം എന്താണ് എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വിശ്വാസി ആ ശക്തിയിൽ നിറയുവാൻ കൊണ്ടും ഇടയായി തീരണം. ആ വിശ്വാസിയുടെ ജീവിതം അനുഗ്രഹ സമ്പൂർണമായി തീരുവാൻ കൊണ്ടും ഇടയായി തീരണമെങ്കിൽ വിശ്വസ്തനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുവാൻ കൊണ്ടും സംഗതിയായി തീരണം എന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതം എപ്രകാരമെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ജീവിതമെന്ന് പറയുന്നത് നല്ലവനായിരിക്കുന്ന കർത്താവിൻ്റെ തിരുമുഖം ദർശിച്ചുള്ളതായിരിക്കുന്ന ജീവിതമാണ്. ആ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്ന ജീവിതമാണ്. കർത്താവുമായിട്ടുള്ളതായിരിക്കുന്ന അഭേദ്യ ബന്ധം പുലർത്തുന്നതായിരിക്കുന്ന ജീവിതമാണ്. ആ ജീവിതത്തിൻ്റെ പ്രത്യേകതയിൽ ആയിത്തീരുവാൻ കൊണ്ടും ഇടയായി തീരുന്ന ദൈവത്തിൻ്റെ പൈതൽ അനുദിന ജീവിതത്തിൽ അവർ സമൂഹത്തിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന ശോഭാനത്തിലേക്ക് എത്തിച്ചേരുവാൻ കൊണ്ടും ഇടയായി തീരും എന്നത് നമുക്ക് കാണുവാൻ കൊണ്ടും കഴിയുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിപ്പാൻ കൊണ്ടും താല്പര്യപ്പെടുന്നില്ല. യൂദ എന്നുള്ളതായിരിക്കുന്ന പേര് വേദപുസ്തകത്തെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 7 യൂദമാരെ കാണുന്നുണ്ട് തിരുവെഴുത്തിൽ ഉടനീളം. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യാക്കോബിന്റെ സഹോദരനായിരിക്കുന്ന യൂദയാണ്. ആ യൂദയാണ് ഈ ലേഖനം എഴുതുവാൻ കൊണ്ടും ഇടയായി തീർന്നിരിക്കുന്നത്. 4 കാര്യങ്ങളാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ
നമുക്കറിയാം ഒരു വന്ദനം പറച്ചിലാണ്. നമുക്കറിയാം നാം ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ളായിരിക്കുന്ന ഒരു സ്നേഹബന്ധം പുലർത്തുവാൻ്റെ കൊണ്ടും ഇടയായിത്തീരുന്ന ഒരു പ്രത്യേകതയാണ് വന്ദനം എന്ന് പറയുവാൻ്റെ കൊണ്ടും ഇടയായിത്തീരുന്നത്. കൈ കൊടുത്ത് ആ സ്നേഹത്തിൻ്റെ സമ്മർദ്ദത്തിൽ ഒന്ന് ആയിത്തീരുക എന്നുള്ളതും ആ പ്രത്യേകമായിരിക്കുന്ന ജീവിതം കൊണ്ട് ആ രംഗം കൊണ്ട് മനസ്സിലാക്കുവാൻ്റെ കൊണ്ടും ഇടയായിത്തീരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നല്ലവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മഹിമയുടെ മഹത്വത്തിൽ എന്നും മാന്യനായി തന്നെ അതേ വളരുവാൻ്റെ കൊണ്ടും ഇടയായി തീർന്നിരിക്കുമ്പോൾ ആ വളർച്ചയുടെ കീഴിൽ എന്നെയും നിങ്ങളെയും നിലനിർത്തി സർവശക്തനായിരിക്കുന്ന കർത്താവ് നയിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയും, അവന് ഞാൻ വന്ദനം പറയും, നന്ദി പറയും എന്ന് നമുക്ക് പറയുവാൻ്റെ കൊണ്ടും ഇടയായി തീരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ മറ്റൊരു വ്യക്തിയിലും ഈ പ്രത്യേകത കാണുവാൻ്റെ കൊണ്ടും കഴിയുന്നില്ല. ആരിലൂടെ ഇത് ലഭിച്ചുവോ ആ വ്യക്തിക്കാണ് നമ്മൾ നന്ദി പറയേണ്ടത്, ആ വ്യക്തിയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്, ആ വ്യക്തിയാണ് നമസ്കരിക്കേണ്ടത്, ആ വ്യക്തിക്കാണ് കൈ കൊടുക്കേണ്ടത്. ആ കൈ കൊടുത്ത് ദൈവത്തെ സ്വീകരിപ്പാൻ്റെ കൊണ്ടും ഇടയായി തീർന്ന വ്യക്തികൾ ആരാണ്? അവർ ദൈവത്തിൻ്റെ മക്കളാണ്. അവർ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവർ ദൈവത്താൽ ജനിക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവർക്ക് പറയുവാൻ്റെ കൊണ്ടും കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട്. വീണ്ടും ജനിച്ചവർ എന്നാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ നാമം. വീണ്ടും ജനിച്ചവർ. ഒരിക്കൽ ജനിച്ചു ഈ ലോകത്തിൽ മാതാപിതാക്കളിൽ നിന്ന്, എന്നാൽ സർവശക്തനായിരിക്കുന്ന കർത്താവിൽ നിന്ന് ജന്മമെടുക്കുവാൻ്റെ കൊണ്ടും ഇടയായി തീർന്ന ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തിന് വന്ദനം പറയണം, ദൈവത്തെ സ്തുതിക്കണം. അർത്ഥാൽ ദൈവത്തെ സ്തുതിക്കണം, ദൈവിക മഹിമ വർണ്ണിപ്പാൻ്റെ കൊണ്ടും ഇടയായി തീരണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് യൂദയുടെ ലേഖനത്തിൽ നിന്ന് നമ്മെ വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ പരസ്പര സ്നേഹത്തിൻ്റെ അടയാളം, പരസ്പര ബഹുമാനത്തിൻ്റെ അടയാളം, പരസ്പര കീഴ്പ്പെടുത്തലിൻ്റെ അടയാളം, അതെ ക്രിസ്തുവിൽ ഒന്നായി തീർന്നു എന്നുള്ളതിൻ്റെ അടയാളം നമ്മൾ കൃത്യമായി കാണിപ്പാൻ കൊണ്ടും ഇടയായി തീരുന്നതാണ് വന്ദനം പറച്ചിൽ. സ്നേഹത്തിൻ്റെ പ്രത്യേകതയിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തായിട്ട് ഈ ലേഖനത്തിൽ പറയുന്നത് 3 മുതൽ അതിൻ്റെ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത് വിശ്വാസ ത്യാഗികളായിരിക്കുന്നവരെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മളെ എന്തിനാണ് ദൈവം വിളിച്ചത്? നമ്മളെ എന്തിനാണ് ദൈവം ഈ നിലയിലാക്കി തീർത്തത്? വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ. എന്താണ് നമ്മുടെ വിശ്വാസം? കാണാത്ത കാര്യത്തിൻ്റെ ആ പ്രത്യേകമായിരിക്കുന്ന നിശ്ചയം നമ്മൾ കണ്ടോ? യേശുക്രിസ്തുവിനെ കണ്ടോ? ആരും കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ വെളിപ്പെടുത്തിയവനെ കണ്ടോ? അവൻ്റെ രൂപം എന്താണ്? അവൻ്റെ പ്രത്യേകത എന്താണ്? വലിപ്പം എന്താണ്? അവനിലുള്ളായിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇതൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ ഒന്നറിയുന്നു, വിശ്വാസത്താൽ ഇവയൊക്കെയും സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. ഓരോന്നും എടുത്ത് വിവരിപ്പാൻ എനിക്ക് സമയമില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വാസത്താൽ അത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അങ്ങനെയായി തീരുന്നവരെയാണ് വലിയവനായിരിക്കുന്ന കർത്താവ് ആ വെളിപ്പാടിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം, ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത്. 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമതായിട്ട് നാം കാണുന്നത് വിശ്വാസത്യാഗം സംബന്ധിച്ച് വിശ്വാസിയുടെ ധർമ്മം എന്താണ്, അവൻ്റെ പ്രവൃത്തി എന്താണ്, കർത്തവ്യം എന്താണ്. 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വിശ്വാസിയുടെ ത്യാഗം എന്താണ്? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് താൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായതായിരിക്കുന്ന പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും കഷ്ടതകളെയും ജയിൽവാസത്തെയും മർദ്ദനത്തെയും ക്രൂരതയെയും ഒക്കെ മുമ്പിൽ കണ്ടു അനുഭവിച്ചു. എങ്കിൽ തന്നെയും താൻ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? വിശ്വാസത്തിൻ്റെ നായകനായിരിക്കുന്ന ക്രിസ്തു എന്നോട് കൂടെയുണ്ട്. ആകയാൽ ഞാൻ എന്തു ചെയ്തു? തിരുവെഴുത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നല്ലപോർ പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു.
വിശ്വാസം കാക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ മക്കൾ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വിശ്വസിച്ചു എന്ന് പറയുന്നത് കൊണ്ടല്ല, പലതിനെയും നമ്മൾ വിശ്വസിക്കുന്നവരാണ്, പല കാര്യങ്ങളും ഓർക്കുന്നവരാണ്, പല കാര്യം ചിന്തിക്കുന്നവരുമാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ വിശ്വാസം അറ്റുപോകാത്ത വിശ്വാസമായിരിക്കണം. വിശ്വാസം അറ്റുപോകുവാൻ ഇടയായി തീരാതിരിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായ ഹൃദയത്തിൽ സ്വീകരിച്ച് വളരുവാൻ കൊണ്ടമിടയാകണം. അവനിൽ ആശ്രയിപ്പാൻ കൊണ്ടമിടയായി തീരണം. ആ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുവാൻ കൊണ്ടം സംഗതിയായി തീരണം. അല്ലാതുള്ളതായിരിക്കുന്ന വിശ്വാസം ചോർച്ചയുള്ളതാണ്. ആ വിശ്വാസം ചോഷ്യതയുള്ളതാണ്, ചോർന്നു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. അതല്ല നമ്മുടെ വിശ്വാസം. ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ ഇങ്ങനെ കണ്ടു, നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ കുറുകെ ഒരു റാഡ് കെട്ടി, ഒരു കയറ് കെട്ടി, ഒരു സർക്കസുകാരൻ ആ കയറിലൂടെ നടന്നു പോകുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന രംഗമുണ്ടായി. ആ നടപ്പ് കാണുവാൻ ജനങ്ങളെല്ലാം തടിച്ചുകൂടി. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം കൈയെങ്ങും പിടിക്കാതെ ആ വടത്തിലൂടെ, ആ റാഡിലൂടെ അദ്ദേഹം നെടുകയും കുറുകയും നടന്നു കാണിച്ചു. താഴോട്ട് വീണാൽ വെള്ളച്ചാട്ടത്തിൽ അതുകൊണ്ട് തീരും. എന്നാൽ താൻ മറ്റൊന്നും ചിന്തിച്ചില്ല, ആ റാഡിലൂടെ തന്നെ നടന്നു. അതിനുശേഷം പറഞ്ഞു, നിൽക്ക്, ഞാനിതാ വരുന്നു. അദ്ദേഹം ഒരു 2 വീലർ എടുത്തുകൊണ്ടുവന്ന് സ്റ്റാർട്ടാക്കി ആ കയറിലൂടെ അതൊന്ന് ഓടിച്ചു കാണിച്ചു മറുകരയിൽ ചെന്നു. മറുകരയിൽ നിന്ന് താൻ സ്റ്റാർട്ട് ചെയ്തായിരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എൻ്റെ തോളിൽ കയറി ഇരിക്കുക. ഞാൻ നിങ്ങളെ എങ്ങും തള്ളിയിടാതെ ഈ കയറിലൂടെ ഞാൻ നടന്ന് നിങ്ങളെ മറുകരയിൽ കൊണ്ടുപോയി കാണിക്കാം. ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും കടന്നു വന്നില്ല. എല്ലാവരും അന്തം വിട്ട് നോക്കി നിന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവരെല്ലാവരും ഒറ്റ വായിൽ ഒരു ശബ്ദത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന് അനങ്ങിയാൽ ഞങ്ങൾ നിന്റെ തോളിൽ നിന്ന് ഈ വെള്ളച്ചാട്ടത്തിൽ വീണ് അതോടുകൂടി തീരും. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ നടന്നായിരിക്കുന്ന സർക്കസുകാരനിൽ വിശ്വാസമില്ലാത്തായിരിക്കുന്ന ജനത്തെ പോലെയല്ല വലിയവനായിരിക്കുന്ന കർത്താവിൽ വിശ്വസിപ്പാൻ കൊണ്ടും ഇടയായി തീർന്ന പ്രിയപ്പെട്ടവർ. ആ പ്രിയപ്പെട്ടവർ, അവർക്കൊരു പ്രത്യാശയുണ്ട്. എൻ്റെ കർത്താവ് എന്നെ നടത്തുമ്പോൾ വലങ്കരത്തിന് പിടിച്ച് നടത്തും. ദൈവത്തിന് സ്തോത്രം. അവൻ എന്നെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു. ഞാൻ വീണു പോകുവാൻ അവൻ സമ്മതിക്കയില്ല. അതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടതായിരിക്കുന്ന വേദഭാഗം. എന്താണ്? വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാത്തവനായി നിർത്തുവാൻ ശക്തനായ ഒരു ദൈവം. വിശ്വസിക്ക്, ഈ ശക്തനായ ദൈവത്തിൽ വിശ്വസിക്ക്. 1974 ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസിന്റെ ദിവസരാത്രിയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനായിരിക്കുന്ന കർത്താവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് വിശ്വസിച്ച് സ്വീകരിച്ചു. ഓർത്തഡോക്സ് ബന്ധത്തിൽ അതിൽ നിന്ന് പിരിഞ്ഞു. കപ്പ്യാരായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കളരിയിലൊക്കെ വളരെ ബന്ധം സ്ഥാപിച്ച് മുൻപോട്ട് പോകുവാൻ കൊണ്ടും ഇടയായി. അങ്ങനെ അതിൽ നിന്ന് മോചിതനായി ക്രിസ്തുയേശു എൻ്റെ കരത്തിന് പിടിച്ചു എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, വിശ്വാസത്യാഗം സംബന്ധിച്ച് വിശ്വാസിയുടെ ധർമ്മം എന്തെന്ന് അറിയണമെങ്കിൽ വിശ്വാസദായകനായിരിക്കുന്ന ക്രിസ്തുവിനെ തന്നെ എന്ത് ചെയ്യണം? കാണണം, അവനിൽ വിശ്വസിക്കണം, അവനെ അറിയണം, അവനെ രുചിക്കണം. ഇല്ല എങ്കിൽ കേവലമായിരിക്കുന്ന വാക്കുകൊണ്ട് ഒരു വിശ്വാസത്തെ പൂർണ്ണമാക്കുവാൻ കൊണ്ടും കഴിയുകയില്ല. കേവലമായിരിക്കുന്ന ഒരു വാക്കല്ല നമുക്ക് വേണ്ടത്, വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പ് പ്രിയമുള്ളവരെ താഴ്ത്തിക്കളയുന്നതല്ല, എടുത്തെറിയുന്നതല്ല.
അവൻ പറഞ്ഞതായിരിക്കുന്ന സ്ഥാനത്ത് കൊണ്ടെത്തിപ്പാൻ്റെ കൊണ്ടും ശക്തനായിരിക്കെ തന്നെ ചെയ്യും. എൻ്റെ സമയം മുമ്പോട്ട് പോകുന്നല്ലോ. നാലാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ മനോഹരമായിരിക്കുന്ന ഒരു ആശീർവാദമാണ് 24-25 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് നമ്മളോട് വായിച്ചത്. ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കുന്ന വചനങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന കൂട്ടുചേർത്ത് നമ്മെ ആനന്ദിപ്പിക്കുവാൻ തക്കൊണ്ടും ഉറപ്പിക്കുവാൻ തക്കൊണ്ടും ഇടയായി തീർന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ദൂതാണ്. ആ ദൂതാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ച് കേൾക്കുവാൻ തക്കൊണ്ടും ഇടയായി തീർന്നത്. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് മറ്റു ചില വാക്യങ്ങളിലൂടെ മാത്രമേ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്ന് എന്തെന്ന് ചോദിച്ചാൽ, ഈ വലിയവനായിരിക്കുന്ന കർത്താവ് രക്ഷിപ്പാൻ പ്രാപ്തനാണ്. വീഴാതെ വണ്ണം തൻ്റെ മഹിമാ സന്നിധിയിൽ നിർത്തുവാൻ പ്രാപ്തനായിരിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ രക്ഷിപ്പാൻ കഴിയുന്ന ഏക ദൈവം, ഏക കർത്താവ്, ഏക പ്രാപ്തൻ, നമ്മൾ വിശ്വസിക്കുന്നവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടതായിരിക്കുന്ന, ഒന്ന് പറ, വേറെ ഒരു നാമവും ഇല്ല. യേശുക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. എങ്ങനെ അറിയാം? എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ രക്ഷിക്കുവാൻ പ്രാപ്തനായ ദൈവമാണ്. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരത്തിൽ നിന്ന് പാരിലേക്ക് കടന്നു വന്ന് പരമോന്നതനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അല്ലാതെ ആരുണ്ട് രക്ഷിപ്പാൻ കഴിയുന്നവൻ? നിങ്ങൾക്ക് പറയാമോ? ആരുമില്ല, വേറെ ആരുമില്ല. ലോകത്തിന്റെ പ്രതാപശാലികളില്ല, ലോക ഭരണകർത്താക്കളില്ല, നേതാക്കന്മാരില്ല. പ്രിയമുള്ളവരെ, പ്രൗഢിയുടെ പ്രത്യേകമായിരിക്കുന്ന ആ കാര്യത്തിൽ കഴിഞ്ഞുകൂടുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരാരുമില്ല. വാഗ്ദത്തം ചിലപ്പോൾ തന്നേക്കും, ഞാൻ നിന്നെ സൂക്ഷിച്ചോളാം, ഞാൻ നിന്നെ കരുതിക്കൊള്ളാം. നമുക്കറിയാം, നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് മലക്കക്കിടക്കയിൽ നിന്ന് കവണ വീഴുമ്പോൾ ആ അപ്പനമ്മമാർ പറയും, എൻ്റെ കുഞ്ഞ് കവണ് വീണു. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അത് മുട്ടയില് എഴുന്നേൽക്കും. എൻ്റെ കുഞ്ഞ് മുട്ടയിൽ എഴുന്നേൽക്കാൻ തുടങ്ങി. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വലിഞ്ഞു നടക്കാൻ തുടങ്ങും. എൻ്റെ കുഞ്ഞ് നടക്കാൻ തുടങ്ങി. അതിനെ സൂക്ഷിക്കുന്നത് മാതാപിതാക്കളല്ലേ? എൻ്റെ കുഞ്ഞ് നടക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വിടുമോ? ആ കുഞ്ഞിനെ തള്ളുമോ? ഇനിയും നിനക്ക് നിന്റെ കാര്യം എന്ന് പറയുവാൻ കഴിയുമോ? ഓർക്കണേ, രക്ഷിപ്പാൻ കഴിയുന്നവനായിരിക്കുന്ന ഒരേ ഒരു ദൈവം യേശു കർത്താവ് തന്നെ ആയിരിക്കയാൽ ആര് ഈ ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിപ്പാൻ തക്കൊണ്ടും ഇടയായി തീർന്നുവോ അവരെ രക്ഷിപ്പാൻ ഈ ദൈവം എപ്പോഴും കൈകൾ കൊണ്ട് നിൽക്കുകയാണ്, മാർവ് കാണിച്ചു നിൽക്കുകയാണ്, തൻ്റെതായിരിക്കുന്ന സകലതും അർപ്പിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കാൽവറിയിലെ ക്രൂശിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ചുടുനിറം ചിന്തുവാൻ തക്കൊണ്ടും ഇടയായി തീർന്നത്. ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയമുള്ളവരെയും, ഈ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ഇടയായി തീർന്ന ദൈവമക്കൾ ഭാഗ്യശാലികളാണ്. കാരണം അവരെ വലിയവനായിരിക്കുന്ന കർത്താവ് വീഴാതെ വണ്ണം സൂക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. അവരെ ദൈവം വീഴാതെ വണ്ണം സൂക്ഷിക്കും, തങ്കക്കരങ്ങളിൽ വഹിക്കും, മാർവോടെ ചേർത്തിരുത്തി ആശ്ലേഷിക്കും, അവർക്ക് വേണ്ടുന്നൊക്കെയും തരും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ രോഗം എന്തിനാ എനിക്ക് തരുന്നത്? അങ്ങനെയാണെങ്കിൽ പരീക്ഷ എന്തിനാ എനിക്ക് തരുന്നത്? കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അവർ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ എന്തിനാ ഈ പരീക്ഷയൊക്കെ എഴുതാൻ കാരണമായി തീരുന്നത്? അത് ലോകം വെച്ചിരിക്കുന്നതാ കേട്ടോ, ലോകം വെച്ചിരിക്കുന്നതാ. എന്നാൽ ഒരു കാര്യം പറയട്ടെ, മറ്റ് പരീക്ഷകളുണ്ട്. ശാരീരികമായ പരീക്ഷകൾ, മാനസികമായ പരീക്ഷകൾ, ക്ലേശസമ്പൂർണമായിരിക്കുന്ന ആ സംഗതികൾ, ഇവയൊക്കെയും ദൈവം തരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, പൊന്നിനേക്കാൾ ശുദ്ധിയുള്ളതായി തീരേണ്ടതിന്. വാക്യം എടുപ്പിക്കുന്നില്ല, പൊന്നിനേക്കാൾ ശുദ്ധിയുള്ളതായി തീരേണ്ടതിന്. നമുക്കറിയാം, ഒരു തട്ടാൻ
എന്ന് ഞങ്ങളുടെ ഭാഷയിൽ ഞാൻ പറയുകയാണ്. ഞാൻ റാന്നിക്കാരനാ, അതുകൊണ്ട് ഞങ്ങളുടെ അവിടെ തട്ടാനെന്നാ പറയുന്നത്. ഈ സ്വർണ്ണപ്പണിക്കാരൻ ഇരുമ്പ് ഉരുക്കി 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 അതിൻ്റെ കീടങ്ങൾ മുഴുവനും, സ്വർണം ഉരുക്കി ഉരുക്കി അതിൻ്റെ കീടങ്ങൾ മുഴുവനും മാറ്റിക്കളഞ്ഞിട്ട്, ഇരുമ്പല്ല സ്വർണം ഉരുക്കി കീടങ്ങൾ എടുത്തു കളയും തോറും ആ സ്വർണം എന്തായി മാറുക? അത് ഏറ്റവും കൂടിയ സ്വർണമായി മാറുക, അത് നല്ല പവനായി മാറുക, നല്ല തിളക്കമുള്ളതായി മാറുക, ഗുണവിശേഷമുള്ളതായി മാറുക, അതിന് വിലയുള്ളതായി മാറുക. ദൈവത്തിന്റെ പൈതലിന്റെ കീടങ്ങളെ മാറ്റി ശുദ്ധിയുള്ളതാക്കി തീർക്കുവാൻ പരീക്ഷകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും, പ്രതികൂലങ്ങൾ ഉണ്ടായെന്ന് വരും, പ്രതിബന്ധങ്ങൾ ഉണ്ടായെന്ന് വരും, രോഗമുണ്ടായെന്ന് വരും. ഇങ്ങനെയുള്ളായിരിക്കുന്ന സംഗതികളൊക്കെയും ഉണ്ടായെന്ന് വരും. വിശ്വാസത്തെ വിട്ട് കളയരുത്. വിശ്വാസത്തെ മുറുകെ പിടിക്കണം. വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാനിടയായി തീരുമ്പോൾ കഷ്ടതയിലും പാടുവാൻ കഴിയും, നഷ്ടമതിൽ കൊണ്ടാടുവാൻ കഴിയും. എൻ്റെ പ്രാണപ്രിയൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്ഥാനം ലഭ്യമായി തീരുവാനിടയായി തീരും. കാരണം അവൻ വിശ്വാസത്തോടുകൂടി കരത്തിന് പിടിച്ചിരിക്കുകയാണ്. ആ കരം വിട്ടുകളയരുത്, ആ കരത്തിൽ നിന്നും മാറുകയും അരുത്. ദൈവം സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ വായിക്കുന്നു. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ രണ്ടാമത്തെ കാര്യം, അവൻ സ്ഥിരപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ്. ദൈവ പൈതലേ, മനുഷ്യന്റെ വാക്കുകളൊക്കെയും മാറിപ്പോകും, മനുഷ്യന്റെ പ്രവൃത്തികളൊക്കെയും അസ്തമിച്ചു പോകും, മനുഷ്യന്റെ കൊടുക്ക വാങ്ങലുകൾ നിന്നുപോകും, മനുഷ്യൻ്റെതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മാറിപ്പോകും. എന്നാൽ ദൈവത്തിന്റെ വാക്കു മാറുമോ? അവനൊരു വാക്കു പറഞ്ഞായി അത് മാറുകയില്ല കേട്ടോ. സ്ഥിരപ്പെടുത്തുവാൻ കഴിവുള്ളവനായിരിക്കുന്ന ഒരുവനാണ് നിങ്ങളെ വീഴാതെ വണ്ണം പിടിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വീഴാതെ വണ്ണം പിടിച്ചിരിക്കുകയാണ്. വീഴാതെ വണ്ണം പിടിച്ചിരിക്കുന്നത് കൊണ്ട് എങ്ങനെയും ജീവിക്കാം എന്നല്ല കരുതേണ്ടത്. നാം ജീവിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? ഇന്ദ്രിയജയത്തോടെ ജീവിക്കണം. അതാണ് ദൈവത്തിന്റെ ആവശ്യകത. നമുക്ക് വികാരമുണ്ട്, വിചാരമുണ്ട്, ചിന്തയുണ്ട്, ആകുലതയുണ്ട്, മറ്റുള്ളതായിരിക്കുന്ന ഓരോ കാര്യങ്ങളുമുണ്ട്. എന്നാൽ അവയെ വിജയിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം കൃപ തന്ന് നമ്മെ നിരന്തോറും നടത്തുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? കൃപയുണ്ടെങ്കിൽ മാത്രമേ സ്ഥിരതയോട് മുന്നേറുവാൻ കൊണ്ടം കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ വാടി തളരും. എന്താ ഈ കൃപ? നമ്മൾ സാധാരണ പറയാറുള്ള വാക്കാണ്, ഞാൻ കൃപയാൽ 10ാം ക്ലാസ് പാസ്സായി, ഞാൻ കൃപയാൽ 12ൽ ജയിച്ചു, എനിക്കെല്ലാത്തിനും A+ ഉണ്ടായി. എന്താ ഈ കൃപ? നിങ്ങൾക്കറിയാമോ കൃപ എന്നാൽ എന്താണെന്ന്? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മോട് കാണിക്കുന്ന ദയയാണ് കൃപ. നമുക്കെന്താണ് അർഹത? ഒന്നുമില്ല. പാപച്ചേറ്റിൽ കിടന്നവരല്ലായിരുന്നുവോ? നാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും നിബന്ധിച്ചവരായിരുന്നു നമ്മൾ. സർവശക്തനായിരിക്കുന്ന കർത്താവ് തേടി വന്നു, ആ ആഴക്കുഴിയിൽ നമ്മെ കണ്ടു. പാപത്തിന്റെ ചെളിക്കുട്ടിൽ കൊണ്ടിൽ നമ്മെ തേടിയെത്തി, നമ്മെ അവിടെ ഒന്ന് കരകയറ്റി. സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ എവിടെയാണ് കരകയറ്റിയത്? ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ നിർത്തി. ഈ പാറ ഉറപ്പിനെ കാണിക്കുകയാണ്. ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി, ഗമനത്തെ സ്ഥിരപ്പെടുത്തി, വായിൽ പുതിയ പാട്ട് തന്നു. വായിൽ പുതിയ പാട്ട് തന്നു. ആ സന്തോഷത്തിന്റെ ധാരികളാണ് ഇന്ന് ഈ സന്ധ്യാവേളയിൽ ഈ ഹാളിനുള്ളിലേക്ക് കൂടുവാൻ തക്കോണം ഇടയായി തീർന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, പാപച്ചേറ്റിൽ കിടന്നിരുന്ന നമ്മെ വലിയവനായിരിക്കുന്ന കർത്താവ് കഴുകിയത് കേവലം ലോകത്തിന്റെ വെള്ളത്തിലല്ല, പ്രകൃതിയുടേതായിരിക്കുന്ന പ്രത്യേകതയിലല്ല, പിന്നെന്തിലാണ്? തന്റെ ചങ്കിലെ ചോരയാലാണ് കഴുകിയത്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം നോക്ക്. അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. ആ രക്തത്തിന് മാത്രമേ
സ്ഥിരപ്പെടുത്തുവാൻ കഴിഞ്ഞുള്ളൂ. നമ്മെ സ്ഥിരപ്പെടുത്തുവാൻ കഴിവുള്ളവനായിരിക്കുന്ന ഒരു ദൈവം നമ്മെ സ്ഥിരപ്പെടുത്തി. അതെന്താണ് പറയുന്നത്? സൂക്ഷിച്ചു, നിങ്ങളെ സൂക്ഷിച്ചു എന്നുള്ളതായിരിക്കുന്ന പ്രയോഗമാണ് 24-ാം വാക്യത്തിൽ കാണുന്നത്. നമ്മെ സ്ഥിരപ്പെടുത്തുവാൻ നല്ലവനായിരിക്കുന്ന കർത്താവിന് മാത്രമേ കഴിയൂ. ചഞ്ചലപ്പെട്ടു പോകരുതേ, ഹൃദയം മാറ്റിക്കളയരുതേ. വിശ്വാസത്തിന് നായകനായിരിക്കുന്ന ക്രിസ്തുവിൽ ചാരുവാൻ കൊണ്ടവിടെയായി തീരട്ടെ. അവന്റെ മുഖം അവനിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെയെങ്കിൽ തളരുകയില്ല. മൂന്നാമത്തെ കാര്യം എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നു. ഞാൻ വാക്യമെടുത്ത് വായിപ്പിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ സമയമില്ലാത്തത് കൊണ്ടാണ്. എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ സഹായിപ്പാൻ ശക്തനാണ്. ഈ ദൈവം നമ്മെ സഹായിപ്പാൻ ശക്തനാണ്. ഒരിക്കലും പതറിപ്പോകരുത്. ദൈവത്തിന്റെ സഹായം മാറ്റിക്കളയുന്നതല്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ആരെയാണ് അവൻ സഹായിക്കുന്നത്? തന്നിൽ ജന്മമെടുക്കുവാൻ ഇടയായി തീർന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് തന്ന സഹായത്തെ അവൻ ഒരിക്കലും മാറ്റുകയില്ല. മനുഷ്യ കൈകൾ തളരുവാൻ ഇടയായി തീരുമ്പോൾ തളരാത്ത കൈയിനാൽ ബലത്തോടെ പിടിച്ചിരിക്കുന്ന ഒരു ദൈവം നമുക്കായിട്ടുണ്ട്. ഈ ദൈവം പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് ആ വാക്യമൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം. എന്തിനാ പിടിച്ചിരിക്കുന്നതെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാൻ 14-ന്റെ 1-2. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ആകയാൽ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. നിങ്ങൾ സ്ഥിരതയുള്ളവരായി തന്നെ കഴിയണം. കലങ്ങിപ്പോകരുത്. കാരണം വാഗ്ദത്തം ചെയ്ത് കടന്നുപോയിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ നിങ്ങളും വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. വേറെ ആരെങ്കിലും ഈ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? വേറെ ആർക്കെങ്കിലും ഇത് സാധിച്ചിട്ടുണ്ടോ? എന്താണ് അവൻ വാഗ്ദത്തം ചെയ്തത്? അതിൻ്റെ അവസാനത്തിൽ വായിക്കുന്നു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തുവാൻ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അരിക്കൽ ചേർത്തുകൊള്ളും. ഈ വാഗ്ദത്തം നമുക്ക് തന്നത് നമ്മളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കൈകൾ നമ്മെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് വിശ്വാസത്തിൽ മുൻപോട്ട് തന്നെ ഓടണം. നല്ലപോർ പൊരുതണം. ഓട്ടം തികയ്ക്കണം. എൻ്റെ പ്രാണപ്രിയൻ ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്തേക്ക് പോകുവാൻ കരുതലോടെ വിശ്വാസത്തോടെ നിൽക്കുവാൻ കൊണ്ടിവിടെയാകണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, ഇത് എഴുതിയവനിലും വിശ്വസിപ്പീൻ എന്നാണ് നമ്മൾ വിശ്വസിക്കണം. കർത്താവിൽ വിശ്വസിക്കണം. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെ വേഗത്തിൽ. 4-ാമത്തെ കാര്യം ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളവനാണ്. മാറിപ്പോയാലും മറഞ്ഞു പോയാലും മാറാത്തവനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയവനായിരിക്കുന്ന ദൈവത്തോട് കൂടെ നടന്നതായിരിക്കുന്ന രണ്ട് വ്യക്തികൾ. ആ വ്യക്തിയിൽ ആദവും ഔവയുമായിരുന്നു. ദൈവം അവരുടെ അരികിലില്ല എന്നുള്ളത് സാത്താൻ മനസ്സിലാക്കിയപ്പോൾ സാത്താൻ അവരെ വഞ്ചിച്ചെടുക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടു അവരുടെ അരികിലേക്ക് കടന്നു ചെന്നു. ഒരു കുതന്ത്ര ചോദ്യം ഹവ്വയോട് ചോദിക്കുകയാണ്. വാസ്തവമായിട്ട് ദൈവം ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ആ വാക്കിന്റെ മുൻപിൽ അവൾ അടിപതറി, ആകെ വിറയലായി, ആകെ സംശയാലുവായി, ആകെ വല്ലാത്തായിരിക്കുന്ന ഒരു സ്ഥിതിയിലെത്തി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഹൃദയത്തെ മനസ്സിലാക്കിയവനായിരിക്കുന്ന പിശാച് അവന്റെ കുതന്ത്രങ്ങളെ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി അവൻ പഴം പറിച്ച് അവൾക്ക് കൊടുത്തു. അവൾ അത് തിന്നു. സംഭവിച്ചത് എന്താണ്? ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടു പോയി, തേജസ് നഷ്ടപ്പെട്ടു പോയി, ആകെ വല്ലാത്തൊരവസ്ഥയിലായി. അവൾ തന്റെ പ്രിയനും കൊടുത്തു. ഒറ്റയ്ക്കല്ല തിന്നത് കേട്ടോ, കൂട്ടവകാശിയായിരുന്ന നാഥനും കൊടുത്തു. അവനും തിന്നു. തിന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇരുവരും നഗ്നരായി തീർന്നു. അവർ ഓടി ഒളിച്ചു.
ദൈവത്തിന്റെ സന്നിധാനത്തിങ്കൽ പ്രിയമുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ ശക്തനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ സന്നിധി കഴിയിൽ നിന്ന് ഓടിപ്പോകരുത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവൻ നാം ഓടിപ്പോയാൽ നമ്മെ തേടി വരുവാൻ അവന് കഴിയും. ഉദാഹരണമുണ്ട്. ആദമിനെ തേടി വന്നു. അവരിരുവരും നഗ്നരായി മരത്തിന്റെ മറവിൽ മറഞ്ഞിരിപ്പാൻ തക്കൊണ്ടും ഇടയായി തീർന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ചോദിച്ച ഒരു ചോദ്യം, ആദമേ നീ എവിടെ? ആദമേ നീ എവിടെ? മറന്നു പോകരുത്. നമുക്കറിയാം, കയീനും ഹാബേലും ഹാബേലിനെ നശിപ്പിച്ചിട്ട് കയീൻ ആയിരിക്കുന്ന സമയത്ത് കയീനെ വിളിച്ചിട്ട് ചോദിക്കാണ്, നിന്റെ സഹോദരൻ എവിടെ? മാറ്റിക്കളയുവാൻ കഴിയാത്തായിരിക്കുന്ന ദൃഷ്ടിയുള്ളവൻ നമ്മുടെ ഏക കർത്താവ് മാത്രമാണ്. ആ കർത്താവ് എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളവനായി നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം ആർക്ക് കീഴ്പ്പെടണം? നാം നമ്മുടെ വിശ്വാസ നായകന് കീഴ്പ്പെടണം. അവനിൽ നാം ആശ്രയം വയ്ക്കണം. അങ്ങനെയായി തീരുന്നവരെ കർത്താവ് ഉയർത്തും. എനിക്കെൻ്റെ കർത്താവ് മതി. ദൈവത്തിന് സ്തോത്രം. അഞ്ചാമതായിട്ട് കാണുന്നത് എന്താണ്? അഞ്ചാമതായിട്ട് കാണുന്നത് യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, തികഞ്ഞ സമാധാനത്തിൽ സൂക്ഷിപ്പാൻ ഈ ദൈവം ശക്തനാണ്. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് വാത്സല്യ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഇന്ന് ലോകം തരുന്ന സമാധാനത്തെക്കുറിച്ചൊക്കെ ന്യൂസ് കേട്ടാൽ, വാർത്ത കേട്ടാൽ, ന്യൂസ് വായിച്ചാൽ നമ്മൾ അന്തം വിടും. സമാധാനത്തിന്റെ പ്രത്യേകതയ്ക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യുന്നത് എന്താണ്? മദ്യത്തെ അഭയം തേടുകയാണ്. സർക്കാർ അത് വളർത്തി വിറ്റുകൊടുക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത കേട്ടല്ലോ. ഒരു പയ്യനെ പോലീസ് പിടിച്ചു. അവന് ആ കയ്യിലിരുന്നതായിരിക്കുന്ന ലഹരി വസ്തു വായിലിട്ടത് വിഴുങ്ങി ആള് തീർന്നു. MAMD ഡിഗ്രി കൊടുത്ത ഇപ്പം ഇതിനൊക്കെ പേരിട്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, വേറൊരു വാർത്ത എനിക്ക് എൻ്റെ മൊബൈലിൽ കഴിഞ്ഞ ദിവസം വന്നു. സ്കൂളിൽ പഠിക്കുന്ന ചെറിയ വിദ്യാർത്ഥികൾക്ക് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചൻ, അവന് വേറൊരു മുതിർന്ന വിദ്യാർത്ഥിയോട് ആവശ്യപ്പെട്ടു, എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്ക് എന്തെങ്കിലും ഒന്ന് നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ ചോദിക്കാതെ നിനക്ക് തരാൻ ഞാൻ ഒരുക്കമാണ്. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? പോക്കറ്റിൽ നിന്നൊരു ചെറിയ പൊതിയെടുത്ത് വിരൽ അതിലേക്ക് 2 പ്രാവശ്യം ഒന്ന് കുത്തിയിട്ട് അതൊരു ഗ്ലാസ് വെള്ളത്തിലാക്കി, വെള്ളം എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളത്തിലാക്കി ഇവന് കൊടുത്തു. ഒരു കടയിൽ വെച്ചുണ്ടായ സംഭവമാണ്. ആ വെള്ളം കുടിച്ചതും ഈ ചെറുക്കൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കിക്കായത് ഒരുപോലെ. അവന്റെ സ്വഭാവം മാറി, അവന്റെ രൂപം മാറി, അവൻ വല്ലാതെയായി തീർന്നു. അവൻ വായി വരുന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അധ്യാപകരെയും അവൻ ദണ്ഡിപ്പിക്കാൻ തുടങ്ങി. വല്ലാത്ത ഒരു സ്ഥിതി. ഇന്നത്തെ ലോകം അതല്ലേ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, തികഞ്ഞ സമാധാനത്തിൽ നല്ലവനായിരിക്കുന്ന കർത്താവ് നമ്മെ സൂക്ഷിപ്പാൻ ശക്തനാണെന്നുള്ളത് ഓർക്കണം. സമാധാനം മദ്യം തരികയില്ല, സമാധാനം മയക്കുമരുന്ന് തരികയില്ല, സമാധാനം ആകാത്ത കൂട്ടുകെട്ട് തരികയില്ല, സമാധാനം മറ്റുള്ളതായിരിക്കുന്ന ഒന്നും തരികയില്ല, ലോകത്തിന്റെ ധനം തരികയില്ല. അതെല്ലാം മായയാണ്. എത്ര കോടി കിട്ടിയാലും സമ്പാദിച്ചു വെച്ചിരുന്നാൽ വയ്ക്കത്തേ ഉള്ളൂ. ദൈവത്തിന്റെ വചനത്തിൽ, സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മനുഷ്യൻ സമ്പാദിക്കും, ആരനുഭവിക്കും എന്ന് അറിയുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, സമാധാനത്തെ തരുവാൻ കഴിയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മളിവിടെ വായിക്കുന്ന എന്താണ്? തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. ആ ദൈവത്തിന് മാത്രമേ സമാധാനം തരുവാൻ കഴിയൂ. ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ദൈവത്തിന് മാത്രമേ സമാധാനം തരുവാൻ കഴിയൂ. ആ സമാധാനം മനുഷ്യരാൽ എടുത്തു കളയുവാൻ കഴിയാത്തതാണ്. ആ സമാധാനം അറ്റുപോകാത്തതാണ്. അതുകൊണ്ടാണ് താൻ തന്നെ പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല.
ദിവ്യ സമാധാനത്തിൻ്റെ ഉറവിടമായിരിക്കുന്നത് നമ്മുടെ ക്രിസ്തുയേശുവിൽ മാത്രമാണ്. ആ ക്രിസ്തുയേശുവിലെ സമാധാനം നമ്മുടെ ജീവിതത്തിൻ്റെ ആ പ്രത്യേകതയിലേക്ക് ആക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ ദൈവം വിട്ടുകളയുകയില്ല. അവൻ വിജയത്തിൻ്റെ സോപാനത്തിൽ നിന്നെ കൊണ്ടെത്തിക്കും. സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ നിന്നെ നിർത്തും. അവിടെ വിജയം കൈവരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ആറാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, അവൻ നമ്മുടെ ഉപനിധിയും ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനുമാണ്. ഏത് ദിവസം വരെ? നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ. പാട്ടുപാടിയല്ലോ പ്രിയ മകൾ, വലിയവനായിരിക്കുന്ന കർത്താവിനെ, അവന്റെ ആഗമനത്തെ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന പാട്ട്. ആ പാട്ടിൽ നമ്മെ ധരിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന എന്താണ്? അവൻ ഒരുക്കുന്നതായിരിക്കുന്ന വാഗ്ദത്ത നാട്ടിൽ നമ്മെ കൊണ്ടുവന്ന് എത്തിക്കുവാൻ വലിയവനായിരിക്കുന്ന കർത്താവ് സർവ്വതും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പേ നമ്മളത് വായിച്ചു കേട്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ, വെളിപ്പാട് പുസ്തകത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ കൃപമേൽ കൃപ തന്ന്, അനുഗ്രഹം തന്ന്, നന്മ തന്ന് നമ്മെ, പ്രിയമുള്ളവരെ, അതിലേക്ക് നടത്തും. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. തീർച്ചയാ, മറന്നു പോകരുത്. ഞാൻ പറയട്ടെ, എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ സാക്ഷ്യത്തിൽ അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഒരിക്കൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഞാൻ ബൈബിൾ കോളേജിലെ പഠിത്തം കഴിഞ്ഞ് 2 വർഷം കർത്താവിൻ്റെ വേലയിൽ തുടർന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരനായിരുന്ന ഒരു പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു, ചെറിയാച്ച, നമുക്കൊരു കാര്യം ചെയ്യാം, ഭോപ്പാലിൽ പോകാം. അവിടെ ഇൻഡോറില് ഇട്ടാർസിയില് ഒരു ബൈബിൾ സ്കൂളുണ്ട്, അവിടെ പോയി പഠിക്കാം. അങ്ങനെ നമുക്ക് ഭാഷ പഠിക്കാമെന്ന് പറഞ്ഞു. ഞാനത് അംഗീകരിച്ചു. ഞങ്ങൾ രണ്ടും അവിടേക്ക് പോയി. 18 ദിവസം മാത്രമേ ആ കോളേജിൽ പഠിച്ചുള്ളൂ. ഇവിടെ പഠിത്തമുണ്ട് 3 വർഷം. പക്ഷെ ഞങ്ങൾക്ക് അവിടെ മാത്രമേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് ഞാൻ പറയുന്നില്ല എന്താണെന്ന്. കോളേജിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞത് 1-2 അല്ല, 19 മലയാളി വിദ്യാർത്ഥികൾ പിരിഞ്ഞു. കാരണം അതുപോലെ ഒരു പ്രത്യേകത ആയിരുന്ന പോരാണ് ഞങ്ങളോട് ആ അധിപർ കാണിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞ് ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഭോപ്പാലിൽ സർക്കാർ ഉദ്യോഗസ്ഥയിൽ ഏറ്റവും മികച്ചവനായി കഴിഞ്ഞുകൂടുകയാണ്. അദ്ദേഹം, പ്രിയമുള്ളവരെ, സെക്രട്ടേറിയറ്റിലെ ഓഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ജ്യേഷ്ഠത്തി ഒരു ഗ്ലാസ് ചായയുമായി എൻ്റെ അരികിൽ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ആരെങ്കിലും അന്വേഷിച്ച് തന്ന് തിന്നാൻ വന്ന് കിടക്കുകയാണോ ഇവിടെ? എന്നെ അത് ചൊടിപ്പിച്ചു. ഞാൻ എഴുന്നേറ്റ് ജ്യേഷ്ഠത്തിക്കൊരു തള്ളു കൊടുത്തു. അവർ കതകിലെ മുട്ടി താഴെ വീണു. ജ്യേഷ്ഠൻ ഓടി വന്നു. വെളുപ്പിന് തണുപ്പുള്ള സമയമാണ്. ഓടി വന്ന് എന്നോട് ചോദിച്ച ചോദ്യം, കൊന്നോടാ എന്നാ. ഞാൻ പറഞ്ഞു, കൊന്നില്ല, ഇതാ കിടക്കുന്നു, എടുത്തോണ്ട് പോകും. എന്നെ തള്ളി പുറത്താക്കി. അമ്മയ്ക്ക് വേണ്ട. എൻ്റെ ബാല്യത്തിൽ അപ്പൻ മരിച്ചതാണ്. ഞങ്ങൾ 8 മക്കളാണ്. ഞാൻ ആർക്കും വേണ്ട. എല്ലാവരും തള്ളപ്പെട്ടു. എല്ലാവരും പോയി കൈവിടപ്പെട്ടു. ഭോപ്പാലിൽ ചെന്നപ്പോൾ ജ്യേഷ്ഠനും കൈവിട്ടു. ഇനിയുമുള്ളതായിരിക്കുന്ന മാർഗം എന്ത് എന്ന് ചോദിച്ചാൽ, ഭോപ്പാൽ സന്ദർശിച്ചിട്ടുള്ളവർക്ക് അറിയാം. അവിടെ അമീദിയ മെഡിക്കൽ കോളേജിന്റെ അരികിൽ വലിയ ഒരു കുളമുണ്ട്. അതിന് പറയുന്ന ബെഡാ താലാബ് എന്നാണ്. ബോട്ടൊക്കെ ഓടുന്ന കുളമാണ്. ആ കുളത്തിന്റെ കരയിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മനസ്സിൽ കണ്ടത് ഇങ്ങനെയാണ്, എന്നെ ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ഈ കുളത്തിൽ ചാടി ചാവണം. അതിന്റെ ആഴം ഇന്ന് വരെ ആർക്കും അറിയത്തില്ല കേട്ടോ. അത്രമാത്രം ആഴമുള്ളതായിരിക്കുന്ന ഒരു വലിയ കുളമാണ്. അതിൽ ചാടി ചാവണം. എന്തിന് ഞാൻ ജീവിക്കുന്നു? എന്തിന് ഞാൻ ഇരിക്കുന്നു? എന്തിന് ഞാൻ കഴിയുന്നു? ഈ ചിന്തയാണ് എന്നെ ഭരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുഞ്ഞ് അതുവഴി ഒരു സഞ്ചിയുമായി കടന്നു വന്നു. ഹിന്ദിയൊന്നും പറയാൻ അന്നറിയില്ല. അപ്പോൾ ആ കൊച്ചിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഏ ബേട്ടി, ഏ കാഗസ് ദീജിയേ.
എങ്ങനെയോ പറഞ്ഞു. അവളൊരു ബുക്കെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ആ ബുക്ക് കയ്യിൽ വാങ്ങിച്ചിട്ട് ഞാൻ ആ ബുക്കിൽ അതിൻ്റെ പേപ്പറിൽ ഒരു പാട്ടിൻ്റെ ശകലം രേഖപ്പെടുത്തുവാൻ കൊണ്ടും ഇടയായി തീർന്നു. അതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആദ്യത്തെ അടി മാത്രം ഞാൻ പാടാം, എല്ലാം പാടുകയില്ല. അത് ഞാൻ ഇങ്ങനെ എഴുതി: ഉറ്റവരില്ല, ഉടയവരില്ല, ആശ്രയിപ്പാനായി ആരുമില്ല. ഉറ്റവരില്ല, ഉടയവരില്ല, ആശ്രയിപ്പാനായി ആരുമില്ല. ആശ്വാസം പകരും നിൻ ജീവമൊഴിയിൽ ആശ്രയിപ്പാൻ കൃപ നൽകിയിടണമേ. കാൽവറി നാഥാ എന്നേശുരാജ, കനിയുകയില്ലേ ഏഴയാമെന്നിൽ, കനിയുകയില്ലേ ഈ ഏഴയാമെന്നിൽ. ഇത്രയും എഴുതി ഞാൻ ആ ബുക്ക് തിരികെ കൊടുത്തു, പേപ്പർ എടുത്തിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു: എന്തിന് നീ മരിക്കുന്നു? എന്തിന് നീ മാറുന്നു? എന്തിന് നീ പോകുന്നു? പോകുക, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെയും, ഇപ്പോഴും ഞാൻ ആ പാട്ട് എഴുതിയ പേപ്പർ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ പാട്ട് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? വലിയവനായിരിക്കുന്ന കർത്താവ് എന്നെ വേണമായിരുന്നു, കർത്താവിന് എന്നെ വേണമായിരുന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിലെ സന്തോഷം അനുഭവിക്കുവാൻ ആ നിലയിലാണ് ഇവിടെയും വന്ന് സാക്ഷ്യം പ്രസ്താവിപ്പാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ എന്താണ്? അവൻ നമ്മുടെ ഉപനിധി, അവസാനത്തോളം കാക്കുവാൻ അവൻ ശക്തൻ. ഈ ശക്തനായ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കുമോ? ഈ ശക്തനായ ദൈവത്തിന്റെ അരികിൽ നിങ്ങൾ അടുത്തു ചെല്ലുമോ? ഈ ശക്തനായ ദൈവത്തെ നിങ്ങൾ കാണുമോ? അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഉപനിധിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും, എനിക്ക് തന്ന സമയം തീരുകയാണ്. നമുക്കറിയാം, 7ാമത്തെ കാര്യം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ എന്താണ്? വീഴാതെ വണ്ണം അവൻ സൂക്ഷിപ്പാൻ ശക്തനാണ്. യൂദയുടെ ലേഖനത്തിലും അത് വായിച്ചു. വീഴാതെ വണ്ണം സൂക്ഷിപ്പാൻ ശക്തൻ, നിന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയാതിരിപ്പാൻ തക്കവണ്ണം ശക്തൻ. വലിയവനായിരിക്കുന്ന കർത്താവ് വാഗ്ദത്തം ചെയ്തായിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുവന്നെത്തിപ്പാൻ ശക്തൻ. ആ ശക്തനിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത് കേട്ടോ, മനുഷ്യരിലല്ല. ഇവിടെ ഇരിക്കുന്നതായ സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയുകയാണ്, മനുഷ്യരിൽ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ആ ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ ഇടയായി തീർന്നാൽ പ്രിയമുള്ളവരെ, ക്ഷീണവും ഭാരവും ദുഃഖവും കണ്ണുനീരും പ്രതികൂലങ്ങളും കഷ്ടതകളും ഇല്ലാത്തതായിരിക്കുന്ന ഒരു നിത്യരാജ്യത്തിൽ, ശോഭന സുന്ദരമായിരിക്കുന്ന ഒരു രാജ്യത്തിൽ അവകാശികളായി നമുക്കൊരുമിച്ച് വാഴുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആ പ്രത്യേകമായിരിക്കുന്ന കാര്യമാണ് യൂദയുടെ ലേഖനം 24-25 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ നമ്മൾ എപ്പോഴും കീഴ്പ്പെടുവാൻ കൊണ്ടുമിടയാകണം. എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. സർവശക്തനായിരിക്കുന്ന കർത്താവ് എല്ലാറ്റിനും മതിയായവനാണ്. ഇന്നത്തെ ഈ പകലിൻ്റെ സന്ധ്യയുടെ വേളയിൽ ഈ ക്രിസ്തുവിനെ അല്ലാതെ ഞാൻ മറ്റൊന്നിനെയും സേവിക്കയില്ല, ഈ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും ഞാൻ അനുകരിക്കയില്ല, ഈ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ ഞാൻ വിളിച്ചപേക്ഷിക്കയില്ല എന്ന തീരുമാനത്തോടെ നമുക്ക് കടന്നു പോകാം. വിജയം ക്രിസ്തുവിനുള്ളതാണ്. വിശ്വസിക്കുന്നവർക്കത് ദാനമായിട്ട് അവൻ നൽകും. അതിന് സാക്ഷിയാണ് ഞാൻ. നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. പ്രിയമുള്ളവരെ, നിഷ്കളങ്കരായി ഹൃദയപരമാർത്ഥകളായി നമുക്ക് നിൽക്കാം. അങ്ങനെ നിൽക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ഏറ്റുപറയാം, വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനായിരിക്കുന്ന ദൈവമേ, നീ മതി എനിക്ക്, നീ മതി എനിക്ക്. ദൈവം സഹായിക്കട്ടെ.
ഇത് പറയുവാൻ നമ്മെ ബലപ്പെടുത്തട്ടെ ദൈവം. എനിക്ക് അവസരമൊരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പ്രത്യേകമായിരിക്കുന്ന ദിനത്തിൽ സർവശക്തനായിരിക്കുന്ന കർത്താവിനെ സ്തുതിപ്പാൻ, അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അവൻ തന്നതായിരിക്കുന്ന വാക്കൽ നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യമായിട്ട് പ്രഘോഷിക്കുവാൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് ഇടയാക്കിയല്ലോ. ആയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് സമയവും സാവകാശവും ക്രമീകരണങ്ങളും ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് സർവശക്തനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ ഹൃദയംഗമായിരിക്കുന്ന നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് മുൻപോട്ട് വിശ്വാസത്തിൽ പോകാം, സർവശക്തനിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന വാഗ്ദത്തത്തോടുകൂടി, ഉറച്ച വിശ്വാസത്തോടുകൂടി എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയം നമ്മെ പിന്നിട്ട് പോയല്ലോ. ദൈവജനത്തിൻ്റെ മുമ്പാകെ നാം ആയിരിക്കുകയായിരുന്നു. വളരെ ശക്തമായ ഭാഷയിൽ ഈ കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നാം കേൾക്കുകയായിരുന്നു. കർത്താവിൽ ആശ്രയം വച്ചിരിക്കുന്ന ഏതൊരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവനെ ഒരു നാളും കർത്താവ് കൈവിടുന്നില്ല. ഏത് പ്രതിസന്ധിയും പ്രതികൂലവും ജീവിതത്തിൽ വന്നാലും വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ തക്കവണ്ണം അവൻ പ്രാപ്തനാണെന്നുള്ളത് നാം വളരെ വിശദമായിട്ട് കേൾക്കുകയായിരുന്നല്ലോ. നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുവാൻ ഈ ആലോചനകൾ മുഖാന്തരം ദൈവം നമ്മെ സഹായിക്കട്ടെ. അവനിൽ മാത്രം ശരണപ്പെടാം, അവനിൽ മാത്രം ആശ വയ്ക്കാം, അവനെ മാത്രം വിളിച്ചപേക്ഷിക്കാം. കർത്താവ് നമ്മളതിനായിട്ട് ബലപ്പെടുത്തട്ടെ. ദീർഘ 50 വർഷത്തിലധികമായിട്ടും ഈ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ദൈവദാസനെ ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അനേക വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം തന്നെ നടത്തി തൻ്റെ വേലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. തുടർന്നും ദൈവം ആരോഗ്യവും ആയുസ്സും നൽകി ഈ മഹത്വമാർന്ന ശുശ്രൂഷയിൽ തുടരാൻ വേണ്ടി നമുക്ക് കർത്തദാസിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് വിവിധ ഇടങ്ങളിൽ നിന്നും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്നേഹത്തോടുകൂടെ TBFൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഈ ശുശ്രൂഷയെ തുടർന്ന് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പേർക്കടയിൽ നിന്നും കടന്നു വന്ന പ്രിയ ജേക്കബുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം കർത്താവെ തിരുസന്നിയിലായിരിക്കാനും കർത്താവെ നിൻ്റെ വചനത്തിൽ ഞങ്ങൾ കേൾപ്പാൻ തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. വീഴാതെ വണ്ണം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. അവൻ്റെ മഹിമാസന്നിധിയിൽ നിഷ്കളങ്കരായിട്ട് ആനന്ദത്തോടെ നിലനിർത്തുന്ന കർത്താവിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ നിന്നിൽ വിശ്വാസം ഉറപ്പിച്ച് ആദ്യമായിട്ട് കർത്താവെ നിൻ്റെ കാവലിന് കീഴിലായിരിക്കാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ, ഈ വചനത്തോട് ചേർന്ന് കർത്താവെ ആ വചനം കേൾപ്പാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. വചനം തന്ന ദേവദാസനെയും കർത്താവെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, 50 വർഷക്കാലം കർത്താവിന് വേണ്ടി വേല ചെയ്ത് കർത്താവെ അനേകരുടെ അടുത്ത് കർത്താവിൻ്റെ സുവിശേഷം പറയുവാനും അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുവാനും കൊടുത്ത ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, വരും കാലങ്ങളിലും കർത്താവ് അധികമായിട്ട് ഉപയോഗിക്കണമേ, വേലയെല്ലാം അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് തന്ന ഈ കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ, നല്ല പാട്ടുകൾ പാടി ഞങ്ങളെ അനുഗ്രഹിച്ചതായ കർത്താവെ നിന്റെ മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും അധികമായിട്ട് സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ, ഈ TBFനെ കർത്താവ് ഈ ദേശത്ത് കർത്താവ് അനുഗ്രഹപ്രദമായി തീരുവാൻ അനേകർക്ക് കർത്താവിൻ്റെ വചനം കേൾപ്പാൻ തക്കവണ്ണം കർത്താവെ ഈ സമയം കർത്താവ് ഒരുക്കി കൊടുക്കുമാറാകണമേ. കർത്താവെ, അനേകർ ഈ ദേശത്ത് ഭവനങ്ങളിലിരിക്കുന്നു, പല സ്ഥലങ്ങളിൽ അവർ കർത്താവെ ഉല്ലസിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സമയത്ത് കർത്താവിനെ ഒന്ന് കേൾപ്പാനുള്ള ആഗ്രഹം അവർക്ക് കൊടുത്ത് അവരെ ഇവിടെ കൊണ്ടുവരുമാറാകണമേ. കർത്താവ്, അങ്ങനെ കർത്താവിൻ്റെ വെളിച്ചം അനേകർക്ക് ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. എൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ഓരോ സഹോദരന്മാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് അധികമായിട്ട് സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് അറിയുന്നു. ഇത് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. കർത്താവ്, ഞങ്ങൾക്ക് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിൻ്റെ വചനം കേൾപ്പാനും കർത്താവെ അനേകരെ കർത്താവ് ഇതിലേക്ക് കർത്താവ് ആകർഷിപ്പാനും എല്ലാം കർത്താവ് നൽകുന്ന ഈ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ മാനവും മഹത്വവും പുകഴ്ചയെല്ലാം ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതി, സ്തോത്രം. സകലതും യേശുക്രിസ്തു നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.